എന്റെ വന്ന കാലുമ ചുറ്റും നമസ്തേ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ഇത് കണ്ടിട്ട് നമുക്ക് വളരെ വിഷമമായി. കാരണം നമ്മുടെ വയനാട് സഹോദരന്മാർ വളരെ അധികം ഇന്ന് സങ്കടപ്പെട്ടുകൊണ്ട് നമുക്ക് ഉള്ളുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇന്ന് വിഷമത്തിലാണ്. കാരണം നമ്മുടെ അത്രമാത്രം നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥലമാണ് വയനാട്. അപ്പം നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്യാനും നമ്മുടെ ഫോളോവേഴ്സും അതേപോലെ നമ്മളെ കാണുന്ന എല്ലാവരും നമ്മൾ ഇതിലേക്ക് ഇറങ്ങണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ ബ്ലഡ് അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ സഹോദരങ്ങൾക്ക് ഇറങ്ങാം. പിന്നെ അതേപോലെ കുറേ ടീമുണ്ട് ഇത് മുതലെടുക്കാൻ ഇറങ്ങുന്നത്. അവരോട് പറയാനുള്ളത്, ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് മുതലെടുപ്പല്ല നമുക്ക് നോക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവൻ, മനുഷ്യജീവനാണ് നമുക്ക് ഏറ്റവും പ്രധാനം. മറ്റുള്ളവർ അതേപോലെ ഹെൽപ്പ് മൈൻഡഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇറങ്ങാം. പിന്നെ നമ്മുടെ സൈന്യം ഇപ്പോൾ ഇതിനു വേണ്ടി സജ്ജമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സജ്ജമായി വന്നിരിക്കുന്ന സൈന്യത്തിനെ സഹായിക്കുക, അല്ലാണ്ട് അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സം നിൽക്കാനായിട്ട് പോലെ ഹെൽപ്പ് എന്നും പറഞ്ഞ് ഇറങ്ങിക്കൊണ്ട് അവർക്ക് തടസ്സം നിൽക്കരുത്. അവർ പറയാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം അതിലിടപെടാം. സൈന്യത്തിന് ചെയ്യാനുള്ള പവറുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ആർമി ആൻഡ് ഓൾസോ ഓൾ ദ ഹെലികോപ്റ്റേഴ്സ് ഇപ്പോൾ അതവിടെ ചെന്ന് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രക്ക് പവർഫുള്ളാണ് നമ്മുടെ ഇപ്പോൾ പ്രകൃതി താണ്ഡവം ആടെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മനുഷ്യർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ആ ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് ഇപ്പുറം നിന്നുകൊണ്ടും അപ്പുറം നിന്നുകൊണ്ടും ചെയ്യാവുന്ന ഏറ്റവും ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആർമി അത് ചെയ്തിരിക്കും. അപ്പം നിങ്ങൾ നാട്ടുകാരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് കൂടുതൽ കയറി നമ്മൾ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളും അപകടത്തിൽപ്പെടും, മറ്റുള്ളവരും അത് അപകടത്തിലാവും. അപ്പം അതുകൊണ്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലേക്കൊക്കെ ടൂറിന് പോകണവരൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ മഴ കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അതിനൊക്കെ ഒരു ശമനം ഉണ്ടായിട്ട് മാത്രം പോവുക. ഇതേപോലെ ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന പല ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി ജാഗരൂകരായി നിൽക്കുക. അതേപോലെ തന്നെ എല്ലാ ജലനിരപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നിട്ട് യാത്ര തുടരുക, യാത്ര അവസാനിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഹെൽപ്പിംഗ് മൈൻഡ് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ മുതലെടുപ്പ് കളിക്കരുത്. ഈ സമയം അതിനു വേണ്ടിയുള്ളതല്ല.
മന്ത്രിമാരും മറ്റുള്ള എല്ലാവരും ഇതിൽ കോർഡിനേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ ഇതിനെ സപ്പോർട്ടീവ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇത് ചെയ്യേണ്ടത്. കാരണം നമ്മളൊരു സഹോദരനും സഹോദരിയാണ് അവിടെ കിടക്കണമെന്നുള്ളൊരു അത്രമാത്രം ഉള്ളുകൊണ്ട് അറ്റാച്ച്മെന്റ് ആയിട്ടാണ് ഞാനിത് പറയുന്നത്. അവരുടെ ആ ഒരു മൈൻഡ് നമ്മൾ എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ച് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെ അത്രക്ക് പെട്ടെന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന അത്ര നല്ല രീതിയിൽ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ എല്ലാവരും അതിനുവേണ്ടി തുനിയുക. അതേപോലെ തന്നെ ബ്ലഡ് എല്ലാം ഡൊണേറ്റ് ചെയ്യുക. നമ്മൾ ഇതിലൂടെ ഇപ്പം നമ്പേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, അതിലൂടെ നമുക്ക് കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സും ഇത് ഏറ്റെടുത്തുകൊണ്ട് അവരും ഇതേപോലെ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ബ്ലഡ് ബാങ്ക്സും എല്ലാം കൊടുക്കാനുള്ള ഇത് ചെയ്യാം. നമ്മൾ 2018 വെള്ളപ്പൊക്കം നേരിട്ട് അതേ സെയിം സിറ്റുവേഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനു വേണ്ടി കംപ്ലീറ്റ് എല്ലാവരും തുനിഞ്ഞിറങ്ങുക. അതിനുവേണ്ടി എല്ലാവരും നമ്മൾ അതിനുവേണ്ടി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. യാത്ര ഇന്നും നാളത്തെ യാത്ര പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. എയർപോർട്ട് അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടിയന്തരമായിട്ട് നിങ്ങൾ സുരക്ഷാ മുൻകരുതൽ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വെരി വെരി ഡേഞ്ചർ ആണ്. കൊണ്ടോട്ടി ഏകദേശം ഒരു റോഡ് ഏതാണ്ട് മുക്കാ ഭാഗം ഇപ്പൊ ഈ ആളുകൾ വരുന്ന മനസ്സിലാവും. ഈ റോഡിലൂടെ വരുന്ന ഈ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിക്കുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ സമയത്ത് തന്നെ ഇതിന്റെ സിറ്റുവേഷൻ ഭയങ്കര ഡേഞ്ചർ ആണ്. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ സുരക്ഷ നമ്മളുടെ തന്നെ കയ്യിലാണ് എന്ന് പ്രത്യേകം മനസ്സിലാവുക. അപ്പുറത്തേക്ക് കടക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ഏറ്റവും ഉത്തമമായിട്ട് ഇപ്പോൾ ആ പുഴയുടെ മലമേഖലയിൽ ശക്തമായി തന്നെ മഴ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയുടെ വലിയ രീതിയിൽ ഒഴുക്ക് ശക്തമാണ്. ആ ഒഴുക്കിനൊക്കെ ആശ്രയിച്ച് അന്നും മുന്നോട്ട് പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. അങ്ങേയറ്റം ദുസ്സഹമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ. അത് ഒട്ടും പ്രായോഗികമല്ല എന്ന് നേരത്തെ പറഞ്ഞെങ്കിലും കൂടി അവിടെയുള്ള ഈ മേഖലയിൽ കുടുങ്ങിയെടുക്കുന്ന മുന്നത്തെ ഭാഗത്ത് കുടുങ്ങിക്കെടുക്കുന്ന ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അത് വലിയ അപകടത്തിൽ കലാശിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് NDRF സംഘടനയിലേക്ക് ഇത്തരത്തിലൊരു ഓപ്പറേഷനിലേക്ക് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നടക്കുന്നത്. ഈ പുഴ